ഹലോ, ഞങ്ങൾ കോട്ടൺ ഫാബിൽ വന്നേക്കാണ്. ഇങ്ങനെ വീഡിയോയിൽ പറയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. പുതിയ എപ്പിസോഡ് ഓഫ് മൈ നെയിം ഇസ് മിയ. ഞാൻ ജിക്കി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജയലൻ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ്. ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ മിണ്ടാട്ടം വരത്തില്ല, നാണം വരെ. ഇപ്പോഴും ആ ഒരു നാണവും ഒക്കെ മാറിയിട്ടില്ല. അത് മാറുമ്പോൾ ഞാൻ ഓൺ വോയിസിൽ കൊടുക്കാം. ഇപ്പോൾ എന്തായാലും വോയിസ് ഓവറിൽ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ കോട്ടൺ ഫാബിൻ്റെ എക്സിബിഷൻ നടക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ തനതായ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമാണ് ഈ ഒരു കോട്ടൺ ഫാബിൻ്റെ പ്രത്യേകത. ഒരു 10 വർഷം മുമ്പ് ഇത് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നേ പിന്നെ ഇതിന് അത്ര പ്രാധാന്യമില്ല. കാരണം ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം വീട്ടിലെത്തും. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നേരിട്ട് കണ്ട് തൊട്ടും തലോടി നോക്കി ഇത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി വാങ്ങാൻ പറ്റുമെന്നതാണ്. ചിലരൊക്കെ സാരി ഒരു 5.5 മീറ്റർ തുണിയായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ പല വേർഷൻ നമുക്കിവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങാൻ പറ്റും. സാരി മാത്രമല്ല, ചുരിദാറുണ്ട്, ടോപ്പുണ്ട്, പാൻറ്റുണ്ട്, ബെഡ്ഷീറ്റ്സ് ഉണ്ട്, കുഷ്യൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ കാണുന്ന സാരികൾക്കൊക്കെ ഇവിടെ ഏകദേശം 1400 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത് ഒരു 2000, 3000 മുതൽ 7000 വരെയുള്ള വിലയുള്ള സാരികളുണ്ട്. ബനാറസിൽ നിന്ന് വരുന്ന സാരികളും സൽവാർ മെറ്റീരിയൽസും ഒക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഇവിടെ അങ്ങനെ പൊതുവേ കാണാത്ത കുറേ അധികം സാരികൾ കാണാൻ പറ്റി. അതുപോലെ ഓർണമെൻറ്റ്സ് ഉണ്ട്. അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കേരള വരെ ഉള്ള സാരികളൊക്കെ ഉണ്ടായിരുന്നു. ജ്വല്ലറീസ് കുറേ ഉണ്ടായിരുന്നു. അതുപോലെ വെറൈറ്റീസും ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കുറച്ച് പൊടിക്ക് കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മീഷോ, ഷോപ്സി, അതുപോലെ ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അതിൽ കുറച്ചുകൂടെ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. തിരക്ക് കുറവായിരിക്കും എന്ന് കരുതിയ ഒരു വർക്കിംഗ് ഡേയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷെ നല്ല തിരക്കുണ്ട്. ഓഗസ്റ്റ് 16 വരെയാണ് ഈ ഒരു എക്സിബിഷൻ ഉള്ളതായിട്ട് അറിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ പറഞ്ഞ ഡേറ്റിനെക്കാട്ടി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. കാരണം ആൾക്കാർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇത്തവണ കുറേ ക്രോഷ്യ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റി. ഇപ്പോൾ എൻ്റെ മോളിരുന്ന് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇത് കണ്ടാൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതുപോലെ ഹാൻഡ് മെയ്ഡ് ബാഗ്സ് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്ന റേറ്റിൽ നിന്ന് നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ 100-200 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടിയെന്നിരിക്കും. ഈ കാണുന്നതെല്ലാം സൽവാർ മെറ്റീരിയൽസ് ആണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1200 രൂപ മുതൽ 4400 രൂപ വരെയുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഒരു സ്റ്റോറിൽ കണ്ടത്. അതുപോലെ ജൂത്തീസ് ഉണ്ട്. ഇവിടെയൊക്കെ 600 രൂപയാണ് അവർ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ 2 ഒക്കെ വാങ്ങിച്ചാൽ അവർ 100 രൂപയൊക്കെ കുറച്ച് തരും. ഇത് കോട്ടൺ നൈറ്റീസും കഫ്താൻസും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു. ഇവിടെ ഫിക്സഡ് റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ചില കടകളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ആദ്യമേ പറയും ഫിക്സഡ് റേറ്റ് ആണെന്ന്. എന്നാലും ചിലപ്പോൾ 2 ഒക്കെ വാങ്ങുമ്പോൾ അവർ പൈസ കുറച്ച് തരും. പിന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. കഴിഞ്ഞ വർഷം ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു ഈ കോട്ടൺ ഫാബ് വന്നത്. ആ സമയത്തും എനിക്ക് ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ വർഷവും വന്ന് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ വാങ്ങുന്നത്. പിന്നെ ഈ കാണുന്ന കമ്മലുകൾക്കെല്ലാം 100 രൂപയാണ് പ്രൈസ്. നമ്മുടെ കേരളത്തിലുള്ളവരുടെയും കുറേയധികം സ്റ്റാളുണ്ട്. കേരളത്തിൻ്റെ സാരിയുടെ സെക്ഷനിലിരിക്കുന്ന നമ്മുടെ കുത്താമ്പുള്ളി കസവുമുണ്ട്, കസവ് സാരിയൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ജൂത്തീസിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 600 രൂപയാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ വാങ്ങിച്ചില്ല. എൻ്റെ കയ്യിൽ പഴയ ഒരെണ്ണം ഇരിപ്പുണ്ട്. അത് ചീത്തയാകുമ്പോൾ വാങ്ങാമെന്ന് കരുതി. പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത കുറേയധികം വളകൾ, കമ്മലുകൾ. പക്ഷേ ഇത് ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എവിടെയൊക്കെയോ. പിന്നെ സെറാമിക്കിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ പാത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ കിച്ചൺ ഓർഗനൈസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിന് പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ കണ്ടു. ഈ കാണുന്ന വളകളെല്ലാം അവിടെ നിന്ന് വന്നതാണ്. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഞാൻ ചോദിച്ചു, വിലയറിഞ്ഞു, ബാർഗെയിൻ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ഗ്ലാസിൻ്റെ വളകളാണ്. താഴെ വീണ പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആസ് യൂഷ്വൽ എക്സിബിഷന് കാണുന്ന തരത്തിലുള്ള അച്ചാർ കട. ഇവിടെ ഇപ്പോൾ രാജസ്ഥാനി ഹോം മെയ്ഡ് അച്ചാർ എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. നമ്മൾ എക്സിബിഷൻ എപ്പോഴും കാണത്തില്ല ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ. നല്ല ഉപ്പും പുളിയൊക്കെയുള്ള നല്ല രസം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കാലിക്കറ്റ് ഹൽവ, പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിതൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി ഇതൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിന്ന് കോട്ടൺ ഫാബിൽ വന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് എന്തോ ഒരു സാധനം വാങ്ങിച്ചു. ഞാനാണെങ്കിൽ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് എല്ലാം കണ്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടൺ ഫാബിലെ വിശേഷങ്ങൾ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.